അങ്ങനെ ഫൈനലി വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പല കുട്ടികളും ഈ ഒരു സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ടേബിളൊക്കെ ഉണ്ടാവുക. ഇത്രത്തോളം ഭംഗിയില്ലെങ്കിലും മനസ്സിൽ ഇനി ഞാൻ നന്നായി പഠിക്കും, പുതിയ നോട്ട്ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ചിട്ട് ഒരു പഠിത്തം കൂടി പഠിക്കണം എന്നുള്ള വളരെ നല്ല ഇന്റൻഷനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഓണം എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിനു മുൻപ് തന്നെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. അയ്യോ, ഒരു ചാപ്റ്റർ പോലും പഠിച്ചിട്ടില്ല, ഇനി നാളെ പരീക്ഷയാണ്, എന്തെങ്കിലും യൂട്യൂബ് കണ്ടിട്ടോ അല്ലെ നോട്ട്സ് ഉപയോഗിച്ചിട്ടോ അങ്ങോട്ട് പഠിച്ച് തീർത്തേക്കാം, എന്തിനാണാവോ ഞാൻ ഈ ഉഴപ്പിയത് എന്ന് പറഞ്ഞ ഫുൾ നെഗറ്റീവ് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. ഇത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഈ വർഷം അങ്ങനെയല്ലേ, ഈ വർഷം ഞാൻ ഫുൾ മാറി സാറേ, അങ്ങനെ ഒന്നല്ല കാര്യങ്ങള് എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇന്നെവിറ്റബിളി ഇങ്ങനെ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആവാതിരിക്കാൻ, കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഒരു പോയിന്റ് ഇല്ല. വീണ്ടും നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത ആ ഒരു സൈക്കിളിലൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. ടെൻഷൻ, സ്ട്രെസ്, സ്ട്രഗിള്, അവസാനം മാർക്കിന് മാർക്ക് ഉണ്ടോ അതും ഇല്ല. ആ ഒരു സൈക്കിളിൽ പെടാതെ ഈ വർഷമെങ്കിലും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ബാഗേജ്. അതായത് പല കുട്ടികൾക്കും ഒരു വിചാരമുണ്ട്, ഞാനൊരു മോശം സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ആവറേജ് അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ആ ഒരു ബാഗേജ് കൊണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ എടുത്തിട്ട് നിലത്ത് വെച്ചേ പറ്റുള്ളൂ. പറ്റുമെങ്കിൽ തെറിപ്പിച്ച് അങ്ങോട്ട് കളയാം, വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ട് ഇടുക. പറ്റുന്നില്ല, അത് വിട്ട് കളയാം. ഒരു ഫോൺ എങ്ങനെയാണോ നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ഉപയോഗിക്കുക, ആ രീതിയിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, മിക്ക സമയത്ത് മോശം ധാരണയായിരിക്കും, അല്ലെ കുറവുകളുടെ ധാരണയായിരിക്കും, അതങ്ങോട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ. കാരണം ലോജിക്കും ഉണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫോണ് നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആപ്പ് പുതുതായിട്ട് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ബാറ്ററി ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് ആ ഫോണിന്റെ ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസിനെ, ആ ഫോൺ വെച്ച് ഓരോ ആൾക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഉപയോഗത്തിനെ തീരുമാനിക്കുക. അതല്ലാതെ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന ആപ്പുകൾ, അതിന്റെ മുൻപുണ്ടായിരുന്ന ഡാറ്റ ഒന്നും ആ ഫോണിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പഠന ലൈഫിലും നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലും സെയിം കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ മണ്ടത്തരം കാണിച്ചോ, എന്തൊക്കെ അബദ്ധം കാണിച്ചോ, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്തില്ലയോ, ഒന്നും നിങ്ങളുടെ ഈ വർഷത്തെയോ ഇനി അങ്ങോട്ടുള്ള അക്കാഡമിക് ലൈഫിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. റാദർ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യമാണ് എക്സാക്ട്ലി നിങ്ങളുടെ മാർക്കിന് തീരുമാനിക്കുക, നിങ്ങളുടെ അക്കാഡമിക് ലൈഫിന് തീരുമാനിക്കുക, നിങ്ങൾ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിന് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ ആ പഴയ ബാഗേജ് അതൊരു തലവേദന തന്നെയാണ്, അതങ്ങോട്ട് കളഞ്ഞേക്കാം. ഈ ഒരു നിമിഷം, ഇതുവരെ ആ ഒരു സ്ഥാനത്തിലാണ് നിങ്ങൾ, ഈ നിമിഷം നിങ്ങളൊരു പുതിയ ബ്ലാങ്ക് സ്ലേറ്റിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ വീഡിയോയിൽ പറയുന്നൊന്നും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതോ ഒരു പെർഫെക്റ്റ് സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഒരു മൂഡ് വരുന്ന ഒരു ദിവസം ഉണ്ടാവും, ആ ദിവസം കൊണ്ട് സ്റ്റാർട്ടിങ് ഞാൻ ഒരു പഠിച്ചു തുടങ്ങും, 1 മണിക്കൂർ 2 മണിക്കൂർ, ഞാൻ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം? ഇന്ന് തന്നെയാണ്, ഇപ്പൊ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. സാർ അപ്പൊ ഇപ്പൊ മുതൽ 2 മണിക്കൂർ പഠിക്കണോ, ഇപ്പൊ മുതൽ 1 മണിക്കൂർ പഠിക്കണോ, ഇപ്പൊ എങ്ങനെ നമ്മൾ അങ്ങോട്ട് ഫുള്ള് പഠിക്കാം? വേണ്ട, ഇപ്പൊ മുതൽ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മുതൽ തുടങ്ങിയാൽ മതി. ജസ്റ്റ് സ്റ്റാർട്ട്, സ്ലോ ആയിട്ടാണെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഫോർമുല 1 റേസിംഗ് ഒക്കെ കാണുന്നവരാണെങ്കിൽ, ഫോർമുല 1 കാർ ഓടിച്ചിട്ട് പ്രൊഫഷണൽ റേസസ് തുടങ്ങുമ്പോൾ അവരും കൂടെ ഓടിച്ചു തുടങ്ങല്ല ചെയ്യുക, ഫുൾ സ്പീഡിൽ 300 km/h ഓടിച്ചു തുടങ്ങല്ല ചെയ്യുക. അവരെന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു ഫോർമേഷൻ ലാപ്പ് എന്ന് പറഞ്ഞ ലാപ്പ് ഉണ്ടാവും, ഒരു കംപ്ലീറ്റ് ലാപ്പ് അവർ സ്ലോ ആയിട്ട് ഓടിക്കുക, ടയേഴ്സ് വാം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മെല്ലെ ഓടിച്ച് ഒരു ലാപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുള്ളൂ? ശരിക്കത്തെ റേസിംഗ് ചെയ്യുള്ളൂ. അപ്പൊ അതേപോലെ മതി. നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ 1 മണിക്കൂർ പഠിക്കൊന്നും വേണ്ട, ഇന്ന് മുതലേ പരീക്ഷ ലെവലിൽ പഠിക്കൊന്നും വേണ്ട. പറ്റുമെങ്കിൽ ഒരു 20 മിനിറ്റ്, അത്ര പോലും പറ്റില്ല ഒരു 15 മിനിറ്റ്, പക്ഷെ തുടങ്ങുക. ആ ഒരു ശീലം ഇന്ന് തന്നെ ഉണ്ടാക്കണം. അതല്ലാതെ ഏതോ ഒരു പെർഫെക്റ്റ് നിമിഷം കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് എന്താണോ നിങ്ങൾക്ക് പറ്റുക, ആ ഒരു ശീലം നിങ്ങൾ തുടങ്ങിയിട്ടാലേ ആ ഒരു മൊമെന്റം ബിൽഡ് ചെയ്ത് ലേറ്റർ നിങ്ങൾക്ക് 1 hour 2 hour ഒക്കെ കംഫർട്ടബിൾ ആയി കിട്ടുള്ളൂ. അതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം മോട്ടിവേഷൻ വെച്ചിട്ട് നടക്കില്ല. മോട്ടിവേഷനെ പറ്റി പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഈ മോട്ടിവേഷൻ സാർ മോട്ടിവേഷൻ ഇല്ല സാർ പഠിക്കാൻ വേണ്ടിയിട്ട്,
ആ ഒരു മോട്ടിവേഷൻ ആശ്രയിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ പോകാൻ പോകുന്നതെങ്കിൽ, ഈ ഒരു വർഷം പോകാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കട്ട പോയായിരിക്കും. കാരണം മോട്ടിവേഷൻ നല്ലതാണ്, പക്ഷെ ആ മോട്ടിവേഷൻ തന്നെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെങ്കിൽ ലിറ്ററലി ഞാൻ പറയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല. റാദർ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രോപ്പർ സിസ്റ്റമാണ്. എന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ ആഴ്ച എന്താ ചിന്തിക്കേണ്ട, എന്ത് മോട്ടിവേഷന് വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടി ഇങ്ങനെ മൂഡ് വരട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ വരട്ടെ എന്നുള്ള ആവശ്യം ഇല്ലാതെ തന്നെ, മോട്ടിവേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതാണ് നിങ്ങളുടെ സിസ്റ്റം. അതൊരു സിമ്പിൾ ടൈം ടേബിൾ ആവാം. ഈ ഒരു ദിവസം ഇന്ന് വൈകുന്നേരം ഞാൻ എന്തൊക്കെ പഠിക്കുന്ന കാര്യം നേരത്തെ തീരുമാനിക്കണം. മോട്ടിവേഷൻ വന്നിട്ട് മൂഡ് വന്നിട്ട് ഞാൻ മാത്സ് പഠിക്കുമോ? ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. അത് പരീക്ഷയുടെ തലേന്ന് വരും. അത് മോട്ടിവേഷൻ അല്ല, പേടിയാണ്. മാർക്ക് കിട്ടുമോ, പാസ്സാവും എന്നുള്ള പേടിയാണ്. അത് മോട്ടിവേഷൻ ഒന്നല്ല. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ മോട്ടിവേഷൻ വേണ്ടി യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. വൈകുന്നേരം ടൈം ടേബിൾ, യുവർ സിസ്റ്റം അത് ഓൾറെഡി റെഡിയാക്കാം. നേരത്തെ പറ്റുമെങ്കിൽ ഒരു വീക്കിന് മൊത്തമുള്ള റെഡിയാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ സിസ്റ്റം പറ്റുന്നത്ര സിമ്പിൾ ആക്കാം, പറ്റുന്നത്ര ഈസി ആക്കാം. അത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി ഓവർ ടൈറ്റ് ആക്കി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ സിസ്റ്റം ഒക്കെ പല കുട്ടികൾക്കും വർക്ക് ആവാതിരിക്കുക. അല്ലാത്ത പക്ഷം ഈ സിസ്റ്റം ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടേ ഇന്ന് പഠിക്കണം എന്ന്? കാരണം ഇന്ന് പഠിച്ചാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാം. ആ മാർക്കും നിങ്ങൾക്ക് വേണ്ടേ? ആ മാർക്ക് ഇന്ന് കിട്ടിയാലേ നാളെ നിങ്ങളുടെ മൊത്തത്തിലുള്ള അക്കാഡമിക് ലൈഫും, നാളെ നിങ്ങൾ നല്ല കോളേജിൽ പഠിക്കുവോ നല്ല ജോലി ചെയ്യുമോ എന്നൊക്കെ തീരുമാനിക്കാൻ പോകുന്നത്. അൺലെസ് യു കം ഫ്രം എ വെരി ഹൈ അഫ്ലുവൻറ്റ് ഫാമിലി, ഭയങ്കര പൈസ ഉള്ള ഫാമിലിയാണ്, എനിക്ക് വിഷയമുള്ള കാര്യം അല്ല എങ്കിൽ പഠനം തന്നെയാണ് നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്, വേറെ ആർക്കും വേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് തന്നെ വേണ്ട കാര്യമാണ്. ആ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളൊരു പേപ്പറിലാക്കുന്നു എന്നേ ഉള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സിസ്റ്റത്തിന് അതിൽ ടൈം ടേബിളിനെ കാണാൻ. ഈ ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പക്ഷെ ബേസിക് തിങ് ഈസ് സിസ്റ്റം ആയിരിക്കണം നിങ്ങളെ ഡ്രൈവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റെപ്പ് കയറണമെങ്കിൽ, മുകളിലേക്ക് എത്തണമെങ്കിൽ രണ്ട് രീതിയിൽ എത്താം. ഒന്ന് ആക്ച്വലി സ്റ്റെപ്പ് കയറി എത്താം, അല്ലെങ്കിൽ ഒരു എലവേറ്ററിൽ വേറെ കയറി നിന്നാൽ മതി. ആ എലവേറ്റർ നിങ്ങളെ കൊണ്ടുപോയിക്കോളും. ഈ എലവേറ്റർ ആണ് എസ്കലേറ്റർ ആണ് നിങ്ങളുടെ സിസ്റ്റം. നിങ്ങൾ കുറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കയറുന്ന ആദ്യം ആ സിസ്റ്റം എന്ത് ചെയ്തോളൂ, നിങ്ങൾ എത്തിച്ചോളൂ. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടെ കയറി നിന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്ത് വേണം? മോട്ടിവേഷൻ വേണം, മൂഡ് വേണം, അല്ലെ, എനർജി വേണം. എന്നാലും നിങ്ങൾ സ്റ്റെപ്പ് കയറുള്ളൂ. ചിലപ്പോൾ ഇന്ന് സ്റ്റെപ്പ് കയറാൻ മൂടുണ്ടാവും, എനർജി സ്റ്റെപ്പ് കയറാൻ മൂടുണ്ടാവും. ചില ദിവസം ആ മൂഡ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് കയറില്ല. അപ്പൊ മോട്ടിവേഷൻ ഉള്ളത് എപ്പോഴും നല്ലതാണ്, അല്ലെ? ഈ എസ്കലേറ്ററിലും മോട്ടിവേഷൻ ഉള്ളത് നല്ലതാണ്, അപ്പൊ ഒന്നുകൂടി പെട്ടെന്ന് എത്തും. പക്ഷെ മോട്ടിവേഷൻ ആശ്രയിച്ചുള്ള പ്രശ്നം ചില ദിവസം നിങ്ങൾ സ്റ്റെപ്പ് കയറില്ല. സ്റ്റെപ്പ് കയറാതെ വരുമ്പോൾ നിങ്ങൾ ഇതാ ഇവിടെയൊക്കെ സ്റ്റക്കായി പോകും. ഇതാണ് മോട്ടിവേഷൻ കൊണ്ട് മാത്രം നിങ്ങൾ ഫങ്ഷൻ ചെയ്താലുള്ള പ്രശ്നം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമാണ്, അല്ല പ്രശ്നമല്ല, നിങ്ങൾ കുറച്ച് ഓവർ ചിലവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറേ ബുക്സും കുറേ ഗൈഡും കുറേ സാധനം അങ്ങോട്ട് റെഡിയാക്കും. എന്നിട്ട് അത് ഫുൾ അങ്ങോട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാം, നോട്ട് ബുക്ക് പഠിക്കാം, മറ്റേത് ഗൈഡ് പഠിക്കാം, ആ ഗൈഡ് പഠിക്കാം എന്നുള്ള ഭയങ്കര പ്ലാൻസ് ആയിരിക്കും. ഈ മട്ടത്തിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങളുടെ പരീക്ഷയിൽ A+ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 90%, 95% ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങൾ കുറേ ബുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറേ ഗൈഡിലെ കുറേ ചോദ്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതി. അത് പക്ഷേ വൃത്തിക്ക് ചെയ്യാം, അത് 100% ചെയ്യാം. അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി നമ്മൾ എക്സാമിനറിനെ നിങ്ങൾ ഇതിലും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ കൃത്യമായി പറഞ്ഞിരുന്നുണ്ട്. ക്ലാസ് കാണാം, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും, അത് കാണുന്ന അതിന് ക്വസ്റ്റ്യൻസ് ചെയ്യണം, ക്ലാസ്സിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യണം. ഇത് ആപ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ആപ്പിൽ നമ്മൾ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ അത് 100% ചെയ്യണം. അതല്ലാതെ വേറെ കുറേ ഗൈഡ് ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല. എല്ലാ വർഷവും നിങ്ങൾ നോക്കിയോ, വെറുതെ കുറേ അനാവശ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുക. എന്നാൽ ദേ വേസ്റ്റഡ് ദെയർ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഓവർ സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും ഉണ്ടാകും. എന്നാൽ കുറച്ച് മിനിമലായിട്ട് കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്ന, മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയണം. അറിയില്ലെങ്കിൽ ഓരോരോ നമ്മുടെ ചാനലിൽ എക്സാമിനറിൻ്റെ ഓരോരോ ക്ലാസ്സുകളുടെ ചാനലിൽ പോയി നോക്കുക. അതിൽ ബാച്ചിൻ്റെ ഓറിയന്റേഷൻ അല്ലാത്ത വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, പുതിയ കാര്യമൊന്നുമല്ല, അല്ല നിങ്ങൾക്ക് കിട്ടാത്ത ആക്സസ് ഇല്ലാത്ത കാര്യമൊന്നുമല്ല. അടുത്ത പ്രശ്നമാണ്
നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബക്കറ്റ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റിൽ കുറേ തുളയുണ്ട്. സാർ ബക്കറ്റോ? മനസ്സിലായില്ല. ഇവിടെ നിങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ബ്രെയിൻ മറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർമ്മ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കിയും കൂടി പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കൂലല്ലോ എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടാവും. ഒക്കെ വെറുതെയാണ്. നിങ്ങൾ എത്ര മനസ്സിലാക്കി പഠിച്ചാലും നിങ്ങളെ മറന്നു. കാരണം നമ്മുടെ ബ്രെയിൻ എന്താണ്? നമ്മുടെ ബ്രെയിൻ ഒരു മറവി ജീവിയാണ്. ബ്രെയിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള രസം മറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ സാധനം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ മറന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ലീക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലീക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നുള്ള പ്രശ്നം എന്താ? പരീക്ഷ ആകുമ്പോഴത്തേക്കും വെള്ളം ഒന്നും ഉണ്ടാവില്ല, തലമണ്ടയിൽ ഒന്നും ഉണ്ടാവില്ല. എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പരീക്ഷയിലൊന്നും ഓർമ്മയില്ല. ഇത് ആക്ച്വലി ബക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, പഠനത്തിലും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ ഫോർഗെറ്റിംഗ് കർവ് എന്നൊക്കെയാണ് സയന്റിസ്റ്റ് വിളിക്കുക. നിങ്ങൾ എന്ത് പഠിച്ചാലും വിത്തിൻ a few days അത് പകുതിയില് കുറഞ്ഞുണ്ടാവും. അതിന്റെ പഠിച്ച കാര്യങ്ങളെ പകുതി ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കാൽ ഭാഗം ഓർമ്മ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഒരു 10%, കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾ മറന്നു. എത്ര നന്നായിരുന്നു നിങ്ങൾ പഠിച്ചാലും. ഇതിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ വേണം. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വൈ ആർ യു സ്റ്റഡി? അതിന്റെ സൊല്യൂഷൻ ടാപ്പ് വെച്ചിട്ട് നിറച്ചുകൊണ്ടിരിക്കുക. തുള ഒട്ടിക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല. ബക്കറ്റിൽ പോസിബിൾ വരും, ബ്രെയിനിൽ പോസിബിൾ അല്ല. പഠിച്ച കാര്യം മറക്കാതിരിക്കാൻ വേണ്ടി സാർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പറന്ന് പോവാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നിറച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ നിറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബക്കറ്റ് എപ്പോഴും എന്തായിരിക്കും? ഫുൾ ആയിരിക്കും. സാർ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ റിവിഷൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 4-5 റിവിഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ മറക്കലിന്റെ കേർവ് ഇങ്ങനെ ആയിരിക്കും. അതായത് നിങ്ങൾ 5 ദിവസം കഴിയുമ്പോഴും 10 ദിവസം കഴിയുമ്പോഴും നിങ്ങൾ ഓൾമോസ്റ്റ് 90% അല്ലെങ്കിൽ 100% ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. പരീക്ഷ ആകുമ്പോഴത്തേക്കും ഫുൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും? ഓർമ്മയുണ്ടാവും. ഇതിന് എന്തല്ല വേണ്ടത്? ഒരു സാധനം പഠിച്ചിട്ട് എക്സാം ആകുമ്പോൾ റിവൈസ് ചെയ്താൽ കാര്യമുണ്ടോ? ഇല്ല. കാരണം പ്രശ്നം എന്താ? പഠിച്ച കാര്യം ഓൾമോസ്റ്റ് മറന്നു. എക്സാം ആകുമ്പോൾ അത് റിവിഷൻ അല്ല, അത് വീണ്ടും പഠിക്കലാണ്. ഇവിടുന്ന് 0 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ 5 എന്നായിരിക്കും തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ വീണ്ടും പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എക്സാമിന്റെ തലേന്നെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് പലർക്കും ഉണ്ടാവാറ്. കാരണം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഓർമ്മയില്ല. അപ്പം ആ ഒരു സ്റ്റേറ്റിലേക്ക് ഒരിക്കലും എത്തിക്കരുത്. അപ്പൊ റിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ തലേന്നോ മുൻപോ ഒന്നും ചെയ്യേണ്ട കാര്യമല്ലേ. റിവിഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലി ചെയ്യേണ്ട കാര്യമാണ്. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നൊക്കെയാണ് സയന്റിഫിക്കലി പറയുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ഉണ്ട്. ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോൾ, പിന്നെ ഒരു 5 ദിവസം കൂടുമ്പോൾ, പിന്നെ ഒരു 7 ദിവസം കൂടുമ്പോൾ, ആ ഒരു ഇന്റർവെല്ലിൽ ചെയ്ത് പോയാൽ മതി. ഇതിന് സമയമില്ല എന്നാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ് എങ്കിൽ നിങ്ങൾ സമയം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമയം എടുത്ത് എന്ത് പഠിച്ചാലും ഇറ്റ് വിൽ ബി ഓഫ് നോ യൂസ് ടു യു. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, നിങ്ങളുടെ എയിം എന്താണെന്നുള്ള ക്ലിയർ ആക്കുക. നിങ്ങൾ എല്ലാവരുടെയും എന്തായിരിക്കും? പബ്ലിക് എക്സാമിൽ അല്ലാത്ത ഓണപരീക്ഷകളിൽ ഒരു A+, അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക്, നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരൊറ്റ എയിം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ എത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, റൊണാൾഡോ ഭീകര പ്ലെയറാണ് അല്ലെ, പ്രൈമിൽ വേറെ ലെവലായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് ഫുട്ബോൾ ഹിസ്റ്ററി. റൊണാൾഡോ മാത്രമല്ല, മെസ്സി, എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. അതിന് ആ ഡിബേറ്റിനല്ല ഞാൻ വരുന്നത്. ആ ഡിബേറ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്തോ. പക്ഷെ റൊണാൾഡോ ഒരു കളിക്ക് മുമ്പ് എങ്ങനെയാണ് വിചാരിക്കുക? ഇന്ന് ഞാനൊരു സിസർ കട്ട് അടിക്കാം, ഒരു ബൈസിക്കിൾ കിക്ക് അടിക്കാം, ഇന്ന് ഞാനൊരു ഫ്രീ കിക്ക് അടിച്ചിട്ട് എനിക്ക് ഗോൾ അടിക്കണം, ഇല്ല ഇന്ന് ഞാനൊരു ലോങ് ഷോട്ട് അടിച്ച് ഗോൾ അടിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയല്ല. അല്ല ആ ഒരു ഫ്രീ കിക്കിന് വേണ്ടി കാത്തിരിക്കുവോ, അല്ല ഒരു വോളിക്ക് വേണ്ടി കാത്തിരിക്കുവോ അല്ല റൊണാൾഡോന്റെ എയിം. റൊണാൾഡോ എന്താ ചെയ്യാ? റൊണാൾഡോ എങ്ങനെ ബോൾ വന്നാലും, അത് ലോങ് ഷോട്ട് രീതിയിലായിക്കോട്ടെ, ജസ്റ്റ് ടാപ്പിൻ രീതിയിലായിക്കോട്ടെ, വോളി ചെയ്തിട്ടായിക്കോട്ടെ, ഫ്രീ കിക്ക് ആയിക്കോട്ടെ, പെനാൽറ്റി ആയിക്കോട്ടെ, ഏത് രീതിയിലും കാലിൽ ബോൾ എത്തിയാല് ഗോൾ അടിക്കാൻ താൻ പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ് മൂപ്പരുടെ ശരിക്കത്തെ എയിം. അതുകൊണ്ടാണ് മൂപ്പര് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ്? ഓരോ കളിക്ക് മുമ്പ് ഞാൻ ഗോൾ അടിക്കണമെന്ന പ്ലാൻ അല്ല ചെയ്യുക. റാദർ എങ്ങനെ ബോൾ കിട്ടിയാലും എനിക്ക് ഗോൾ അടിക്കാൻ പറ്റണം, എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റണം എന്നുള്ള ആ എയിം വെച്ച് ഡെയിലി ട്രെയിൻ ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുക.
അപ്പൊ മൂപ്പർക്ക് അറിയാം ഗോൾ അടിക്കുകയാണ് അവസാനത്തെ എയിം. പക്ഷെ അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും എങ്ങനെ ബോൾ കൈ കിട്ടിയാലും ഗോൾ അടിക്കാൻ ഞാൻ റെഡി ആയിരിക്കണം. സാർ ഈ ഫുട്ബോളിന്റെ കാര്യം ഇങ്ങോട്ട് എന്താ പറയുന്നത്, ഞങ്ങൾ വേൾഡ് കപ്പിന് പോകുന്നില്ലല്ലോ. എടോ ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ പഠനത്തിൽ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എയിം ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും പബ്ലിക്കിലൊക്കെ A+ വാങ്ങാൻ തന്നെയാണ് നിങ്ങളുടെ എയിം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്ടോ? ഇല്ല. A+ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട? ഒന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാത്സിലെ ഒരു 5 ടോപ്പിക്സ് പഠിക്കുക. നാളെ നിങ്ങൾ ഫിസിക്സ് പഠിക്കുവോ? മറ്റന്നാള് ആ മാത്സ് പഠിച്ച സാധനം വേണ്ടി റിവൈസ് ചെയ്യോ? റിവൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ പിറ്റേന്ന് കെമിസ്ട്രിയിലെ നിങ്ങൾ ചെയ്യാത്ത കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യോ? ഈ കാര്യങ്ങളാണ് നാളെ നിങ്ങളുടെ മാർക്കിന് തീരുമാനിക്കാൻ പോകുന്നത്. അല്ലാണ്ട് നിങ്ങൾ വേറെ മാർക്കിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് റൊണാൾഡോ ട്രെയിനിങ് വരെയൊക്കെ ചെയ്താൽ മതി. പിച്ചില് മൂപ്പർക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്തോളൂ ആ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അവിടെ ഇന്ന് ഞാൻ സിസർ കട്ട് അടിച്ചേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബോൾ വന്നാൽ ട്രെയിനിങ് ചെയ്ത റൊണാൾഡോ ആണെങ്കിൽ സിസർ കട്ട് വന്നോളൂ. ആ ലെവലിലായിരിക്കണം നിങ്ങളുടെ പഠനം, ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ മെന്റാലിറ്റി. സോ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് ക്ലിയർ ട്രാക്കബിൾ ഗോൾസ്. പ്രിഫറബിളി വീക്ക്ലി ഗോൾസ് ഉണ്ടായിരിക്കണം. ഈ വീക്ക് ഞാൻ എന്തൊക്കെ തീർക്കും, എന്തൊക്കെ ചെയ്യും. ഈ വീക്ക് എനിക്ക് A+ കിട്ടണമെന്നല്ല, ഈ വീക്ക് ഞാൻ എന്ത് പഠിച്ചു തീർക്കും അത് ഡെയിലി ആക്കാൻ കൂടെ ശ്രമിക്കുക. ടൈം ടേബിൾ രൂപത്തിൽ മതി. ഇന്ന് കംപ്ലീറ്റ് അല്ലെ ഈ വീക്കില് മാത്സിന്റെ പകുതി ചാപ്റ്റർ തീർക്കുക, ഒരു PYQ തീർക്കുക ഒരു വർഷത്തെ, അല്ലെങ്കിൽ ബയോളജിക്ക് റിവൈസ് ചെയ്യുക. വീക്ക്ലി ഗോൾസ് ഉണ്ടാവണം. അത് ഡെയിലി സിമ്പിൾ ആണോ ടൈം ടേബിളിലേക്ക് ആക്കിയാൽ മതി. ഈ പണിയായിരിക്കും നിങ്ങൾക്ക് നാളെ A+ വാങ്ങി തരാൻ പോകുന്നത്. മനസ്സിലല്ലേ? വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ, കോമൺ സെൻസ് ആലോചിച്ചാൽ, ഓണപരീക്ഷ മുമ്പ് നിങ്ങൾ ഓണപരീക്ഷയുടെ സിലബസ് പോലും തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് A+ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏറ്റവും ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് അതിന്റെ സിലബസ് തീർക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അത് ഓരോരോ വീക്കില് ആ വീക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു കാര്യം കൂടെ, ഈ ഒരു മെന്റാലിറ്റി, ഈ ഒരു മൈൻഡ് സെറ്റും കൂടി മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇതായിരിക്കും അക്കാഡമിക്കലി നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ. അക്കാഡമിക്കലി മാത്രം എന്ന് പറയുമ്പോൾ ആക്ച്വലി തെറ്റാണ്. നിങ്ങളുടെ മൊത്തത്തിൽ ഈ വർഷം അടിപൊളിയായിരിക്കും. കാരണം എന്താണ്? പഠിത്തത്തിന്റെ കാര്യം അത്യാവശ്യം ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ വീട്ടിലൊരു സമാധാനമായിരിക്കും. നിങ്ങളുടെ പേരൻസിനും ബാക്കിയുള്ള ആരൊക്കെ നിങ്ങളുടെ പഠനമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിക്കോട്ടെ, എല്ലാവർക്കും നിങ്ങൾക്കൊരു സമാധാനം തരും. ഇതിലുപരി നിങ്ങൾക്കൊരു രസമായിരിക്കടോ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ 20 മാർക്കിൽ 10 മാർക്കും പോലും കിട്ടാത്ത നിങ്ങൾക്ക് നാളെ മുതൽ 14, 15, 17 കിട്ടി തുടങ്ങും. എന്തൊരു രസമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും എന്ന് മാത്രമല്ല, അതായിരിക്കും നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള മോട്ടിവേഷൻ. ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം ഈ ഒരു ചാനലിലും അല്ലാത്ത ചാനലിലൊക്കെ. ബൈ ബൈ, ടേക്ക് കെയർ.